അപ്പൊ നമ്മൾ കൊച്ചിയിലേക്കാണ്. പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. കൊച്ചിയിൽ നിന്ന് സൈഫുന്നീസ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സൈഫുന്നീസ. ഗുഡ് മോർണിംഗ് റോഷ്നി. ഒരു ഉഷാർ കുറവുണ്ടോ? കൊച്ചിയിൽ ഉഷാറായ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നുണ്ടോ എന്ന്? കൊച്ചിയിലാണല്ലോ ഇന്ന് ഭാവഗായകന് സാംസ്കാരിക കേരളം വിട പറയുന്നത് റോഷ്നി. ഇന്ന് രാവിലെ 9:30 ചേന്ദമംഗലം പാലിയത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കൊണ്ടുവരും, മൃതദേഹം എത്തിക്കും. അതിനുശേഷം പൊതുദർശനമുണ്ടാകും. വൈകിട്ട് 3:30 അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒട്ടേറെ ഗാനങ്ങൾ കൊണ്ട് നമ്മളുടെ ഒക്കെ കുട്ടിക്കാലവും ഒപ്പം തന്നെ കൗമാരവും യൗവനവും എല്ലാം തന്നെ സുന്ദര സുരഭിലമാക്കിയ ഒരു ഗായകനെയാണ് നമ്മൾ സന്തോഷത്തോടെ യാത്രയാക്കുന്നത്. കാരണം ഇത്ര കണ്ട് ഗാനങ്ങൾ കൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിനെ കുളിർമയിലും തണുപ്പിലും എല്ലാം കൊണ്ടുപോയ ഒരു കാലം. എനിക്ക് തോന്നുന്നു ഇത്തരം യേശുദാസിനെ പോലെ തന്നെ നമ്മുടെ മനസ്സിലെല്ലാം ചിലപ്പോൾ അതിനു മേലെ ഭാവഗാനങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നൊരു ഗായകനാണ്. അത് അദ്ദേഹത്തിന് വിട പറയുന്നത് സന്തോഷത്തോടെ തന്നെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം നമ്മളെ സന്തോഷിപ്പിച്ച ഒരു ഗായകൻ കൂടിയാണ്, പ്രണയത്തിൽ എത്തിച്ച ഒരു ഗായകൻ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് കൊച്ചി വിട പറയുകയാണ്. ചേന്ദമംഗലത്ത് വെച്ച് ഇന്ന് വൈകിട്ട് 3:30 സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നത്. രാവിലെ 9:30 മൃതദേഹം ഇരിഞ്ഞാലക്കുടയിലെ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം പറവൂരിലെ ചേന്ദമംഗലം പാലിയത്തേക്ക് എത്തിക്കും. പാലിയം ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്.